ആദ്യം സിദാനി ഭജൻസിൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കാം. എന്നിട്ട് മല്ലു റാപ്പേഴ്സിൻ്റെ വെറുപ്പിക്കൽ വീഡിയോ കാണാം. അങ്ങനെയല്ല, നമ്മളൊരു ഡിഫറൻസ് നമ്മൾ കണ്ടത് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. सीतापति रामचंद्र के, राधापति कृष्ण चंद्र के, गौरीपति चंद्र चोड़ के, पवन सुधा हनुमान के, आर्यपुत्र गणनाथ के, तपोवन ज्ञानानंद के, तपोवन ज्ञानानंद के, तपोवन ज्ञानानंद के, तपोवन ज्ञानानंद के. ये सिर्फ ഇതാണ് ഭജന ടീം. എനിക്ക് പിന്നെ ഈ ഭജനനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. ഞാൻ അതിലേക്കൊന്നും കെടുക്കുന്നില്ല. ഞാൻ ഇവരുടെ ഭജന നേരിട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ റീൽസിൽ കണ്ട് പരിചയമുള്ളൂ. എന്തായാലും മല്ലു റാപ്പർ ഇവരെ ട്രോളുന്നൊരു വീഡിയോ കണ്ടു നോക്കാം. അപ്പോ നമ്മുടെ ഭജന തുടങ്ങാൻ പോണേ. ഞങ്ങളെ മനസ്സിലായില്ലേ? നിങ്ങൾ ക്യൂട്ട്നെസ് വരുന്ന നമ്മുടെ മെയിൻ പട്ടിക. ഞാൻ രണ്ടാമത്തെ ക്യൂട്ട്നെസ് ഇടുന്ന മെയിൻ രണ്ടാമത്തെ പട്ടിക തുടങ്ങാം. എന്റെ പൊന്നമുത്തപ്പ കൈയടിച്ചിരിക്കും പാടാൻ പറ്റില്ല. പാടല്ലേ? കൈയടിക്കോ? പൊന്നമുത്തപ്പ എന്നെയുള്ള കൊട്ടി പാടണ തോറ്റം നാട്ടും എന്നെയുള്ള കൊട്ടി പാടണ തോറ്റം നാട്ട് ചേട്ടൻ നോക്കിയ കുറച്ചിരിക്കുന്നു. ഒന്ന് കൈ പൊക്കോ, ഒന്ന് കൈ പൊക്കോ, കൈ വെക്കോ. ഞങ്ങൾ പാട്ടോടോ ഏറ്റുപാടോ പറ്റുവാടോ? പള്ളിക്കെട്ട് ഒന്ന് ഏറ്റ് പാടടോ. പള്ളിക്കെട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ട് പാടാൻ പോണ്. ഇതാണ് ഞങ്ങള് ഇത്ര ലെവലിൽ എത്തിച്ചത്. പറയരുതേ പൊന്നാടിയും ചെണ്ടുഹാരങ്ങളും ആനയിച്ച് ഞങ്ങളെ പുള്ളിക്കെതിരാക്കരുതേ. ഇവന്മാര് സിദാനി ഭജൻസിക്കെതിരെ ട്രോളിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇവന്മാർക്ക് നല്ല നെഗറ്റീവ് കമൻറ്റ്, വൃത്തിക്ക് നെഗറ്റീവ് കമൻറ്റ്. അവന്മാർക്ക് മറുപടി ആയിട്ട് ഇവന്മാർ വന്നിട്ടുണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു നോക്കാം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ പല ആൾക്കാരും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ചോദിക്കുന്നു, നിങ്ങൾ എന്ത് വീഡിയോ, എന്ത് മൈരി വീഡിയോ തന്നെ ചെയ്യുന്നത്, നിങ്ങൾ വീഡിയോയിൽ എന്താണ് നിങ്ങൾ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുന്നത്? ഒരു ചോദ്യം ഉണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആൾക്കാർ എന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ നമ്മൾ ഫോളോസിനാണ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം പറയും. ഓക്കെ, നിങ്ങൾ എന്ത് മൈര കാണിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുന്നത്? അപ്പൊ നമ്മൾ ഉദാഹരണം ട്രോള് വീഡിയോസ് ആണ് ചെയ്യുന്നത്. ആ ട്രോള് വീഡിയോസ് കുറിച്ചിട്ടാണ് നമ്മളെ ചെക്കൻ പറയാൻ നോർമൽ ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും അറിയാം നല്ല ട്രോളാണ് ചെയ്തോണ്ട്. നല്ല ട്രോളാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? കാണുന്ന ജനങ്ങൾക്ക് തോന്നണ്ടേ? ഞാൻ എന്റെ അഭിപ്രായമായിട്ടാ പറയുന്നേ. അതായത് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വിഷയം എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇപ്പൊ നടക്കണ എന്താണോ വിഷയം, ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. ആ വിഷയം ഹാസ്യമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ നാട് തൃശ്ശൂരുണ്ട്. നമ്മുടെ നാട്ടില് ഒരു ശൈലിയുണ്ട്, പരിഹാസഹാസ്യം. അത് നമ്മുടെ തൃശ്ശൂരുകാരൻ മാത്രം ഒരു മെയിൻ പോയിന്റ് ആണ്, പരിഹാസഹാസ്യം. അപ്പൊ ആ സംഭവം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. പണ്ട് നിങ്ങൾ കാലത്ത് ഉണ്ടാവും ഓട്ടം തുള്ളലുണ്ടാവും. ഓട്ടം തുള്ളൽ പറയും, ഓട്ടം തുള്ളൽ പലതും പറയും, അതുകൊണ്ട് ആരും പരിഭാവം വരുതേ എന്ന് പറയും. അപ്പൊ സെയിം സാധനം നമ്മൾ നമ്മുടെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അതെ, പണ്ട് ഓട്ടം തുള്ളലാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു 2026 കാലഘട്ടത്തിൽ അത് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രോൾ എന്നുള്ള രീതിയിൽ ഊക്കറ്റ് പീക്ക് എന്നുള്ള രീതിയിൽ ചെയ്തോണ്ട്. എന്റെ പൊന്നു ചങ്ങായിമാരെ, നിങ്ങൾ എന്തൊക്കെ പറയുന്നേ? ഓട്ടൽ തുള്ളലിന്റെ മോഡേൺ വേഷനോ? ചെക്കന്മാരുടെ ഓരോ ആശകളെ പറയാൻ നാണം തോന്നില്ലേ ഇവന്മാർക്ക്?
അപ്പൊ ഇതാണ് മെയിൻ കണ്ടന്റ്. പക്ഷെ ചില ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ സത്യാവസ്ഥ അറിയില്ല. അതിന് മറുവശം ഉണ്ട്. ആ മറുവശം കാണാണ്ട് ഇവർ കാണിക്കുന്നത് എന്ത് കോമാളിത്തരം ഇവര് ഭയങ്കരമായിട്ട് ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ചോദ്യം എനിക്ക് വന്നുള്ള കുറച്ച് ചോദ്യത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. കൂടുതൽ നിങ്ങൾ സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്തിട്ട് വിമർശിക്കുന്നത്. നിങ്ങൾ സ്ത്രീകൾ ഭയങ്കരമായിട്ട് ബൾക്കറായിട്ട് കാണിക്കുന്നു. നിങ്ങൾ വീട്ടിലെ അമ്മയും പെങ്ങളമാരില്ലേ, അവർക്ക് എന്തെങ്കിലും മോശപ്പെട്ട് വന്നാൽ ഇതേപോലെയാണ് അവർ കാണിക്കുന്നത് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനെ കുറിച്ച് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ചേച്ചിയുണ്ട്, അനിയത്തുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങളും സോഷ്യൽ മീഡിയയിൽ ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ട് തുണി വെച്ചിട്ട് ആടാറില്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുന്ന പെണ്ണുങ്ങളുണ്ട്, ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ട്. അങ്ങനത്തെ പെണ്ണുങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. അതല്ല, ടീച്ചർ തലാട്ടുന്നുണ്ട്. ടീച്ചർ എടുത്തിരിക്കുന്നത് മല്ലൂർ ആപ്പേഴ്സ് അല്ലേ? ആ ചെറിയ കുട്ടികൾ നിങ്ങൾ ഈ പറഞ്ഞ ലൈക്ക് ഷെയർ വേണ്ടി അതിനാടുന്നവരാണോ? അല്ലല്ലോ. പിന്നെ എന്ത് കണ്ടിട്ടാ അവരെ അത്രയും മോശ വസ്ത്രം ധരിച്ച് ചിത്രീകരിച്ചേ? ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നിന്റെ വീട്ടിൽ അമ്മ പെങ്ങളി ഇല്ലേ ചോദിക്കുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ട്. അപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ പരിപാടിയൊക്കെ നടക്കട്ടെ, ചെതറട്ടെ.